ഹലോ എവ്രി വൺ. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോണത്. ഇന്ന് നമ്മളോടൊപ്പം ലക്സേച്ചിയും ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ റിയൽ സ്റ്റോൺസ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോർത്ത് ഓസ്റ്റിനിലെ ജോർജ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കേവൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. മലയാളത്തിൽ ഇതിന് ഭൂഗർഭ ഗുഹ എന്നാണ് പറയുന്നത് എന്ന് തോന്നുന്നു. ഇന്നർ സ്പേസ് കേവൻസ്. ഇത് നാച്ചുറലി ഫോം ചെയ്ത മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഭൂമിക്കടിയിലുള്ള ഗുഹയാണ്. 1963 ഹൈവേ കൺസ്ട്രക്ഷൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി കുഴിച്ചപ്പോഴാണ് ഈ വലിയ ഇന്നർ കേവ് കണ്ടുപിടിക്കുന്നത്. മഴവെള്ളം, പാറകൾ, കാൽസ്യം ഇവയെല്ലാം ചേർത്താണ് പ്രകൃതി ഇത്ര ഭംഗിയുള്ള ശില്പകല രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിയതുപോലെ തോന്നി. അത്ര മനോഹരമായിട്ടുണ്ട് പ്രകൃതിയുടെ കലാവിരുത്. 2 രീതിയിലാണ് ഇതിനുള്ളിലെ കൽരൂപങ്ങൾ ഉണ്ടാവുന്നത്. ചിലത് മേൽക്കൂരയിൽ നിന്നും താഴേക്ക് വളർന്നു വരുന്നവയും പിന്നീടുള്ളവ തറയിൽ നിന്ന് മുകളിലേക്ക് വരുന്നവയും. ഇതിനെ സ്റ്റാലക്ടൈറ്റുകളെന്നും സ്റ്റാലക്മൈറ്റുകളുമെന്നാണ് പറയുന്നത്. ഇറ്റിറ്റു വീഴുന്ന വെള്ളവും മിനറൽസും കാൽസ്യവും ഒക്കെ ചേർന്ന് നൂറ്റാണ്ടുകളെടുത്താണ് പല ഷേപ്പുകളിലുള്ള ഈ വലിയ കൂനകൾ ആയിത്തീരുന്നത്. ഏകദേശം 1 മൈൽ, അതായത് 1.6 കിലോമീറ്ററാണ് ഈ ഗുഹയുടെ നീളം. നമ്മളെ ഇതിനുള്ളിൽ ഒരു ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരു ഗൈഡും കൂടി ഉണ്ടായിരുന്നു. അത് മൊത്തം നമ്മൾ ഇത്രയും ദൂരം നടന്ന് തിരിച്ച് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. 22 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിനുള്ളിലെ ടെമ്പറേച്ചറെങ്കിലും 98% ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ചൂടെടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പുറത്തെ വെതർ എന്തായാലും, അതിപ്പോൾ എത്ര ചൂടായാലും ഈ ഗുഹയ്ക്കുള്ളിൽ വെള്ളം ഇറ്റ് വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഡ്രോപ്സ് നടക്കുമ്പോൾ നമ്മുടെ മേത്ത് വീണാൽ അടുത്ത 7 വർഷത്തേക്ക് നമുക്ക് ഭാഗ്യം ആണെന്നാണ് ഇവിടെയുള്ള വിശ്വാസം. 1-2 സ്ഥലങ്ങളിലെ കൽരൂപങ്ങളിൽ മാത്രമേ ആൾക്കാർക്ക് തൊടാനുള്ള പെർമിഷനുള്ളൂ. കാരണം അതിനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഇത്രമാത്രമല്ല ഈ ഗുഹയുടെ ശരിക്കുള്ള നീളം കേട്ടോ. വിസിറ്റേഴ്സിന് വളരെ കുറഞ്ഞൊരു ഭാഗം മാത്രമേ നടക്കാനുള്ള അനുവാദമുള്ളൂ. അങ്ങനെ ഞങ്ങൾ കേവൻസ് ഒക്കെ കണ്ട് കുട്ടികൾക്ക് ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്നതാണ് അവിടെയുള്ള രാമക്കുട്ടനാണ് കേട്ടോ. അവൻ്റെ പേരാണ് ടാങ്ക്. 150 വർഷം ആയുസ്സുള്ള ഇവൻ്റെ ഇപ്പോഴത്തെ പ്രായം 25 വയസ്സാണ്. ഇനിയും കിടക്കുന്നു 125 വർഷം ജീവിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.